ശ്രീലക്ഷ്മിയാണ്. എനിക്ക് കലിപ്പന്റെ കാന്താരിമാരോടാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. അതിന്റെ കാരണം, കഴിഞ്ഞ ദിവസം കായംകുളത്ത് ഒരു ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊന്ന വാർത്ത നമ്മളൊക്കെ കണ്ടില്ലേ? വളരെ ഷോക്കിംഗ് ആയിരുന്നു അത്. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമോ? അതായത് സിനിമയിലാണ് ഇത്തരം രംഗങ്ങൾ കണ്ടപ്പോൾ ഇങ്ങനെ ഒന്ന് കണ്ണടയ്ക്കുന്ന ഒരാളാണ് ഞാൻ. മാർക്കോ എന്ന് പറയുന്ന സിനിമ വയലൻസ് ആണ് എന്ന് മാഷ് പറഞ്ഞപ്പോൾ എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതേപോലെ എന്നെ പോലെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. കാരണം വയലൻസ് ഭയപ്പെടുന്ന ആൾക്കാർ. പക്ഷെ അതുപോലെ തന്നെ ഈ കലിപ്പന്മാരെ ഇഷ്ടപ്പെടുന്ന കുറെ പെൺകുട്ടികൾ ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് മാത്രമല്ല, പണ്ടും ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെയാണെങ്കിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് കുറവുണ്ടായിരുന്നു, അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ, ആരുടെയും കൂടെ കല്യാണം കഴിച്ച പോലും കുഴപ്പമില്ല, ഭക്ഷണം കിട്ടിയാൽ മതി, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഗുണ്ടകളെ കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. ചില ഗുണ്ടകളൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ മാനസാന്തരം വന്നിട്ടുള്ളവരൊക്കെ പണ്ട് കാലത്തൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു സിസ്റ്റമേ ഇല്ല. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്താ സംഗതി എന്ന് വെച്ചാൽ, ഈ അലുവ അതുലിന്റെ ഭാര്യയ്ക്ക് കൂടിപ്പോയ ഒരു 30 വയസ്സിന് താഴെയാണെന്ന് തോന്നുന്നു. അലുവ അതുലിനും അത്രയൊക്കെ പ്രായമുള്ളൂ. അപ്പോൾ അയാളുടെ ഭാര്യയ്ക്ക് ഒരു 28-25 വയസ്സൊക്കെ വരുള്ളായിരിക്കും. അതിലൊരു കുഞ്ഞുമുണ്ട്, 1 or 2 കുഞ്ഞുമുണ്ട്. അപ്പോൾ ഈ അലുവ അതുലിന്റെ അതുൽ മരിച്ചുപോയി. പക്ഷെ അലുവ അതുലിന്റെ ഭാര്യ സമൂഹത്തിൽ അറിയപ്പെടുന്നത് ഒരു ഗുണ്ടയുടെ ഭാര്യ എന്നുള്ള ലേബലിലാണ്. 28 വയസ്സിലെ ഒരു പെൺകുട്ടിയാണ് അവള്. അതായത് ഇന്നത്തെ കാലത്ത് 28-30 വയസ്സിലൊക്കെ പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്നേ ഉള്ളൂ. ആ സമയത്താണ് ആ കുട്ടി ഗുണ്ടയുടെ ഭാര്യയാണ് എന്നറിയപ്പെടുന്നത്. ഭർത്താവ് മരിച്ച സ്ത്രീകൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നില്ലേ എന്ന് ചിലരെങ്കിലും ചോദിക്കും. ജീവിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ പട്ടാളത്തിൽ ജോലി ഉണ്ടായിരുന്ന ഒരു ധീര ജവാന്റെ ഭാര്യ, അദ്ദേഹം മരിച്ചു എന്ന് കരുതുക. നമ്മൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന പ്രിവിലേജസ് എന്താണ്? അതാണോ ഒരു ഗുണ്ടാ നേതാവിന്റെ, അല്ലെങ്കിൽ അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഭാര്യയ്ക്ക് സമൂഹം കൽപ്പിച്ചു കൊടുക്കുന്ന വില എന്ന് പറയുന്നത്? എന്ത് വരുമാനം ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ ഗുണ്ടാ നേതാക്കളെന്നൊക്കെ പറഞ്ഞിട്ട് പോയി വെട്ടാനും കുത്താനും ഒക്കെ നടക്കുമെങ്കിൽ ഇവരുടെ വലിയ പൈസയൊന്നും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഈ വലിയ വലിയ ഗുണ്ടകളിലൊക്കെ നല്ല പൈസ ഉണ്ടാവും. ഈ ഇടക്കാലത്ത് വെട്ടാനും കുത്താനും ഇവർ കൊടുക്കുന്ന പണികൾ ചെയ്യാൻ നടക്കുന്നവർക്കൊന്നും അത്രയധികം പൈസയൊന്നും അതുങ്ങളുടെ ഉണ്ടാവില്ല. ആ കൊച്ചിനെ വളർത്താനൊക്കെ ഇനി ഈ പെങ്കൊച്ച് എന്ത് ചെയ്യും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അവരുടെ ജീവിത സാഹചര്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാൽ പോലും ആ കുട്ടി സമൂഹത്തിൽ 10 പേര് നിൽക്കുമ്പോൾ ഈ അതുലിന്റെ പ്രവൃത്തിയെ ഇഷ്ടപ്പെടാത്ത 8 പേരുണ്ടാവും. ആ 8 പേരും ഗുണ്ടയുടെ ഭാര്യ എന്നല്ലേ ആ കുട്ടിയെ വിളിക്കുള്ളൂ. അവരുടെ കുഞ്ഞിനെ, ചെറിയ കുഞ്ഞാണെന്നാണ് കേട്ടത്, ആ ചെറിയ കുഞ്ഞ് വളർന്നു വരുന്തോറും ഗുണ്ടയുടെ മകൻ എന്നുള്ള രീതിക്കല്ലേ ആ കുഞ്ഞിനെ സമൂഹം കാണുന്നത്. അവന്റെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു എന്താണ് പറയുക, ഒരു മാറ്റി നിർത്തൽ, ഒരു അകറ്റി നിർത്തൽ. എല്ലാവർക്കും ഉള്ളിലൊരു പേടി ഉണ്ടാവും. എത്രയായാലും ഗുണ്ടയുടെ മോനല്ലേ എന്നൊരു പേടി ഉള്ളിലുണ്ടാവും. ആ കുട്ടി കടന്നു പോകുന്ന വഴികൾ, ആ കുട്ടീനെ സ്കൂളിൽ ചെല്ലുമ്പോൾ എത്ര കളിയാക്കലുകൾ. നമ്മളെല്ലാ മാതാപിതാക്കളും എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ കുട്ടികൾക്ക് നല്ല ഐഡന്റിറ്റി ഉണ്ടാകണം എന്നാണ്. ഒരു ഗുണ്ടയുടെ മകൻ എന്ന് പറയുന്നത് നല്ല ഐഡന്റിറ്റി ആണോ? ഒരു ഗുണ്ടയുടെ ഭാര്യ എന്ന് പറയുന്നത് നല്ല ഐഡന്റിറ്റി ആണോ? മയക്കുമരുന്ന് തിന്നുന്നവന്റെ ഭാര്യ, മയക്കുമരുന്ന് തിന്നുകൊണ്ട് ജയിലിൽ ചെന്ന് കിടക്കുന്നവന്റെ ഭാര്യ എന്ന് പറയുന്നത്, കുട്ടി എന്ന് പറയുന്നത് ഒരു നല്ല ഐഡന്റിറ്റി ആണോ? അല്ല, അതൊന്നും നല്ല ഐഡന്റിറ്റീസ് അല്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പെൺകുട്ടികളുടെ ട്രെൻഡ് കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഷോൾ റെഡി എന്ന് ഞെട്ടിച്ച് പറയുന്ന അവനാണെങ്കിൽ അവൻ വലിയ സംഭവം. അതുപോലെ തന്നെ എന്താണ്, കുറേ ആൾക്കാർ വരുമ്പോൾ ഇടിച്ചിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഷർട്ട് ഉയർത്തി കാണിച്ചാൽ അവൻ ഹീറോ. പിന്നെ ഒന്ന് പറഞ്ഞ അടുത്തതിന് 4 ചാട്ടം ചാടിയും തന്നെ എന്താണ് പറയുക, അടക്കി നിർത്തുന്ന ഒരു പൗരുഷമുള്ളവനാണ് ഭർത്താവ് എന്ന് തോന്നുന്നെങ്കിൽ ഇത്തരം ആൾക്കാരാണ്. അമിതമായി ദേഷ്യം വരുന്ന ആൾക്കാരാണെങ്കിൽ ഇവർക്ക് ഭയങ്കര ആവേശമാണ്, ആഗ്രഹമാണ്, ഇയാൾ എന്തോ വലിയ സംഭവമാണ് എന്ന് കാണിക്കുന്ന രീതിയിൽ. ഇതൊക്കെയാണ് പെൺകുട്ടികളെ അട്രാക്ട് ചെയ്യുന്നത്. അതേസമയം നമ്മളൊരു നല്ല ചെക്കന് കല്യാണം ആലോചിച്ച് പോയി നോക്ക്. അവൻ പ്ലംബർ ആണെങ്കിൽ അവനെ കെട്ടാൻ പെൺപിള്ളേർക്ക് പറ്റില്ല. അവന് 24/7 എന്ന് പറഞ്ഞ പോലെ ജോലി സാധ്യതകളാണ്. പ്ലംബർ, ഇലക്ട്രീഷ്യൻ, ഡ്രൈവർ, 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ളൊരു കുട്ടി, കൃഷിക്കാര്, +2 പഠിച്ചൊരു കുട്ടി. ഈ ചെറുക്കന്മാർക്കൊന്നും നമ്മൾ നേരാ മാർഗത്തിൽ പെണ്ണ് ആലോചിച്ച് പോയാൽ ഈ പെൺപിള്ളേർക്ക് അത് പറ്റില്ല. അതേസമയം ഒളിച്ചോടി പോകാനാണെങ്കിൽ എവിടെന്നോ വന്ന ബംഗാളിയും ഈ പറഞ്ഞ പോലത്തെ ആക്ടിവിറ്റീസ് ഉള്ള ആൾക്കാരും മതി. നിങ്ങൾ പെൺകുട്ടികൾ ഇരുന്ന് ചിന്തിക്കണം. നമ്മളെ നല്ല ഭംഗിയുള്ള ശരീരം, നല്ല ഭംഗിയുള്ള തെളിഞ്ഞ ബുദ്ധി, മനസ്സ്, ഓർമ്മ, നമ്മുടെ വിദ്യാഭ്യാസം ഇതെല്ലാം തന്ന് വളർത്തിയ നമ്മുടെ അച്ഛനമ്മമാര്, നമുക്കിതെല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്ന് നമ്മളെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന വീട്ടുകാരും സമൂഹവും, നമ്മുടെ അധ്യാപകര്, നമ്മൾ തന്നെ കാണുന്ന നമ്മുടെ ഭാവി, ഇതെല്ലാം കൂടി അങ്ങ് ഇരുളിൽ അടച്ചുകൊണ്ട് ഈ പറഞ്ഞ കലിപ്പന്മാരുടെ കൂടെ ചാടിപ്പോകുമ്പോൾ ഈ അതുലിന്റെ കഥ നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. അതുലിന്റെ ഭാര്യ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന ജീവിതത്തെയും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇതൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. ഇത് തള്ള വൈബാണെന്നൊക്കെ തോന്നും, പക്ഷേ തള്ള വൈബാകും. കാരണം നമ്മുടെ കുടുംബത്തിലാണ് എന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തള്ള വൈബാകും, തള്ള വൈബായിരിക്കും. പിന്നെ ഒരു കൊച്ചിൻ്റെ അമ്മയല്ലേ, അപ്പോൾ പിന്നെ തള്ള വൈബല്ലാണ്ട് എന്താ പറയുക, എൻ്റെ നഴ്സറി കുട്ടിയുടെ വൈബ് വരില്ലല്ലോ. അത്രേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞതിൽ എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പറയണം കേട്ടോ. ഓക്കെ. ഇപ്പോൾ ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ 10,000 വട്ടം ആലോചിക്കണം, സൂക്ഷിക്കണം. കാരണം ജീവിതം നമ്മുടേതാണ്, നമ്മുടേത് മാത്രം.
അതിൽ വീഴ്ചകളും താഴ്ചകളും വരുമ്പോൾ കൂടെ നിന്ന് കൈയടിക്കാനും സഹതപിക്കാനും മാത്രമേ ആൾക്കാരുണ്ടാവുള്ളൂ. നമ്മൾ അതിൽ നിന്ന് കരകയറ്റിയെടുക്കാൻ ആരും ഉണ്ടാവില്ല, ആരും വരില്ല. ഒരു കയറിലോ ഒരിത്തിരി വിഷത്തിലോ നമ്മുടെ ഈ ജീവിതം അവസാനിപ്പിക്കേണ്ട അവസ്ഥ നമ്മളുടെ എടുത്തുചാട്ടം കൊണ്ട് പെൺകുട്ടികൾ ഉണ്ടാക്കി വയ്ക്കരുത്. ഓക്കെ, ബൈ.